നമസ്കാരം. ഒരു സഹോദരൻ ഒരു കമൻറ്റ് ഇട്ടു. ഒരു അട്ടയെ കിട്ടിയ കാര്യം, ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടിയ കാര്യം ഓർത്തപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞങ്ങൾ കോഴഞ്ചേരി റൂട്ട്, പുല്ലാട് റൂട്ടിൽ ഒരു ഹോട്ടലിൽ കയറിയതാണ് പണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നവിടെ ചിക്കൻ കറിയാണ് മേടിച്ചത്. അപ്പോൾ ചിക്കൻ കറിയുടെ കറി നോക്കിയപ്പം കഴുത്തിൻ്റെ ഒരു ഭാഗമാണ് എനിക്ക് കിട്ടിയത്, ഒരു കഷ്ണം കിട്ടിയത്. അതിലെന്തോ ഒരു വ്യത്യാസം. ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴാണ് ആ കഴുത്തേലെ പൂട പോയിട്ടില്ല, പൂട ഉൾപ്പെടെയാണ് കറി വെച്ച് നമുക്ക് തന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് ഓർത്തിട്ട് പിന്നെ കുറേ നാളെ എനിക്ക് ചിക്കനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഛർദ്ദിക്കാൻ വരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ തന്നെ കയറി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണോ, അതോ ഇതിനൊക്കെ ഗവൺമെൻറ് നിയോഗിച്ചിരിക്കുന്ന ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ ചെക്ക് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ ഈ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളെ. പക്ഷേ ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരെ വളർത്തുന്നത് ഈ പറഞ്ഞ പോലെ അവർ വരുമ്പോഴത്തേക്ക് അവർക്ക് പോഷകസമൃദ്ധമായ ആഹാരമൊക്കെ കൊടുത്ത് വളർത്തുന്ന ഈ ഹോട്ടലുകാരായതുകൊണ്ട് അവർക്ക് ഇതിന് മറിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ആരോടെങ്കിലും ഒരു ആനുകൂല്യം കൈപ്പറ്റി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു അതിനെ അവരൊരു തെറ്റ് ചെയ്താലും നമുക്ക് അവരെ എന്തെങ്കിലും പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ നമ്മുടെ ജയറാമിൻ്റെ ഒരു ചിത്രം ഭയങ്കര അധികം ചർച്ചാ വിഷയമായതും അതുകൊണ്ട് തന്നെയാണ് അല്ലേ. വളരെ നമ്മളെല്ലാം ചിന്തിപ്പിക്കുന്ന അതിനകത്ത് ബൈജുവിൻ്റെ ഒക്കെ ഒരു അവസ്ഥ നമ്മളൊക്കെ ശരിക്കും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും, അങ്ങനെയൊക്കെ എത്രയോ പേര് കാണും അല്ലേ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മിക്ക വീടുകളിലും ഈ ഹോട്ടൽ ഫുഡുകളും ഈ ജങ്ക് ഫുഡുകളും വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയെന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാറില്ലേ എന്ന്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നവരാണ്. അതായത് ഇപ്പം നമ്മളെവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ നമുക്കിത് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോകാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. പക്ഷേങ്കിൽ കഴിവതും വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ സ്റ്റാറൊക്കെ നോക്കി നല്ല ഹോട്ടലിൽ നിന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഹോട്ടലുകളിലൊക്കെ കയറാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇഡ്ഡലി ഒക്കെ കിട്ടുന്ന അങ്ങനെയൊക്കെ കിട്ടുന്ന ശരവണഭവൻ പോലൊക്കെയുള്ള ഹോട്ടലുകളിൽ ഇഡ്ഡലി ഒക്കെ കഴിക്കാനാണ് ഞങ്ങൾ സാധാരണ കയറാറ്. പുറത്ത് പോകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് സാധാരണ കഴിക്കാറ്. അപ്പം നിങ്ങൾ ചോദിക്കും, നിങ്ങൾ വേറൊന്നും കഴിക്കത്തില്ലേ ജങ്ക് ഫുഡ്? അല്ലെങ്കിൽ ഞങ്ങൾ അതും കഴിക്കാറുണ്ട്. അതായത് നമുക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതോടെ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ വിശ്വാസം അല്ല എല്ലാം എന്ന് മനസ്സിലാകുന്ന ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴാണെന്ന് കൂടെ ഓർക്കണം. ഞങ്ങൾ എല്ലാ മാസവും ഒരു അൽഫാം കഴിക്കാറുണ്ട്. കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് അത് കഴിച്ചുകൂടാ എന്ന് പറഞ്ഞ് വിലക്കുന്നതിൽ നല്ലത് അത് കഴിക്കാനായിട്ട് അവർക്ക് ഒരു മാസത്തിൽ ഒരെണ്ണം മേടിച്ചു കൊടുക്കും. ഞങ്ങൾ എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു അൽഫാം അല്ലെ അൽഫാം മന്തി ഞങ്ങൾ വാങ്ങി കൊടുക്കാറുണ്ട്. അതാണ് ഞങ്ങളുടെ ലക്ഷറി ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ വല്ലപ്പോഴും എവിടുന്നെങ്കിലും ഒരു ചായയും വടയൊക്കെ കുടിക്കുന്നതല്ലാതെ ഞങ്ങളങ്ങനെ സ്ഥിരമായിട്ട് ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പം ഞാൻ ചോറ് അങ്ങനെ വെക്കാറില്ല വീട്ടിൽ. ഞങ്ങൾ ചപ്പാത്തിയോ ഇഡ്ഡലി ദോശ പുട്ട് ഇടിയപ്പം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കൂടുതലും കഴിക്കാറ്. അപ്പം ഞങ്ങളോട് ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ചോറ് വെക്കത്തില്ല എന്ന് കേൾക്കുമ്പോഴോ അപ്പോൾ ഹോട്ടൽ ഫുഡ് ആയിരിക്കും അല്ലേ കഴിക്കുന്നത്. കാരണം ഞാൻ ഇന്ന് മല്ലപ്പള്ളി പോകുന്ന ആളാണ്, അപ്പോൾ അവിടെ നിന്നൊക്കെ കഴിക്കുന്നതാണ് പലരുടെയും ധാരണ. അങ്ങനെയല്ല, ഞങ്ങളങ്ങനെ അരിയാഹാരം അങ്ങനെ എന്നുവെച്ചാൽ അരിയാഹാരം എന്ന് വിചാരിച്ചാൽ ചോറായിട്ട് ഞങ്ങളങ്ങനെ കഴിക്കാറില്ല. ഞങ്ങൾ പുട്ട് ഇടിയപ്പം ഇഡ്ഡലി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, മുട്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പം ഇതൊന്നും കഴിക്കത്തില്ലെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും അതൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഞങ്ങളും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ അമിതമായിട്ട് അതൊന്നും ഉപയോഗിക്കാറില്ല. ഇതിൽ പറഞ്ഞ പോലെ തന്നെ മാസത്തിലൊരു അൽഫാം മന്തിയോ ഒക്കെ ഞങ്ങൾ മേടിച്ച് കൊടുക്കും പിള്ളേർക്ക്. കാരണം അവരതിനെ രുചി അറിയണം അല്ലെ. എന്താണോ അവർക്ക് ആവശ്യമുള്ള ഫുഡ് അവർ പറയുന്നത്, അവർ ഡിമാൻഡ് ചെയ്യുന്നത്, മാസത്തിൽ ഒരു തവണ അത് വാങ്ങി കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇതാണ് എൻ്റെ ഒരു കാര്യം പറയുന്നത്. പക്ഷേ ചില ഹോട്ടലുകളിൽ നമ്മൾ ഇതുപോലെ വിശന്ന് കൂറ കുത്തി ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാർ നോക്കാനോ ഒന്നും പറ്റാതെ വരുമ്പോഴാണ് നമുക്കിങ്ങനെയുള്ള അബദ്ധങ്ങൾ മനുഷ്യന് പറ്റുന്നത്. ഇപ്പം നമുക്ക് എപ്പോഴും നമ്മൾ ഹൈജീൻ നോക്കി പോകാൻ നമുക്ക് പറ്റുന്നതല്ലോ. വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പം നമ്മൾ കയറി ഇതുപോലെ ഓരോ ഹോട്ടലുകളിൽ കയറുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ഓരോ ദുരവസ്ഥകൾ നമുക്ക് ഉണ്ടാവാറുള്ളത് എന്ന് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഓരോ ഹോട്ടലിനെ കുറിച്ചൊക്കെ ഈ റീൽസിനകത്തൊക്കെ കാണുമ്പോൾ നമ്മളതൊക്കെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അവിടെ ആ സ്ഥലത്ത് പോകുമ്പോൾ അവിടുന്ന് കഴിക്കാം എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഹോട്ടലായിരിക്കും ഒരു പക്ഷേ ഈ വിഴിഞ്ഞത്തെ ഹോട്ടൽ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാകുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ കയറുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം ആഹാരം കഴിക്കാൻ എന്നുള്ള കാര്യത്തിൽ. ഇതൊക്കെ ശരിയാകും, ഈ സിസ്റ്റം എന്ന് ശരിയാവുന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയയുമില്ല. പക്ഷേ സിസ്റ്റം ഒന്ന് ശരിയായ രീതിയിൽ നടപ്പാക്കിയാൽ ഇത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ളത് മറുവശമാണ്. ഈ സിസ്റ്റം ഇവരിങ്ങനെ ഓസിപ്പോയി കഴിച്ചിട്ട് വയറും വീർപ്പിച്ച് ജിമ്മിൽ പോയി അത് കളയുന്നതിനെ കുറിച്ചല്ലാതെ അവരെ എന്തിനാണോ നിയോഗിച്ചിരിക്കുന്നത് ആ ജോലി അവർ കൃത്യമായിട്ട് ചെയ്താൽ ഇതൊക്കെ ഒരു നല്ലൊരു നട്ടലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ ഒരു സുഹൃത്തിങ്ങനെ ഹോട്ടലിൽ ഫുഡ് കഴിച്ചതിന് കാര്യപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് ഓർത്തു. ഇങ്ങനെ ഈ ഫുഡിനെ കൂടെ ഒരു ചാക്കരിച്ചോറ് വെച്ച് ബിരിയാണി കഴിച്ച സ്ഥലം വരെ ഉണ്ട്. ഞാൻ എല്ലായിടത്തും മേടിക്കുന്ന കാശ് മേടിച്ചു, പക്ഷേ ചാക്കരിച്ചോറോ അങ്ങനെ എന്തോ ഒരു ചോറാണ്. എന്തായാലും അത് ബിരിയാണി അരി ഒന്നും ആയിരുന്നില്ല എന്ന് എനിക്കുള്ള ഉറപ്പാണ്. ചാക്കരിച്ചോറ് പോലെ എന്തോ സാധനം വെച്ച് ബിരിയാണി അരി വരെ
ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് നമുക്കിപ്പം അന്നൊന്നും പ്രതികരണ ശേഷി ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അന്ന് ഞങ്ങൾ ആ കറി എടുത്ത് കൗണ്ടറിൽ നിന്ന് മുതലാളിയുടെ കൈ മേശപ്പുറത്ത് വെച്ചിട്ട് ചോദിച്ചു, ചേട്ടാ ഇതെന്താണെന്ന് ചോദിച്ചു കേട്ടോ. നമ്മൾ മിണ്ടാതെ ഇറങ്ങി പോരുന്നില്ല. ഞങ്ങൾ ആ കറി അപ്പോഴേ എടുത്തു, ഞങ്ങൾ അയാളുടെ മുമ്പിൽ വെച്ച് കൊടുത്തു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അയാളൊരു അക്ഷരം മിണ്ടിയില്ല. പിന്നെ ഒരിടത്തുനിന്ന് ഞങ്ങൾ രാത്രിയിലാണ് കയറിയത്. കുറച്ച് ഏറെ രാത്രിയായിരുന്നു. പക്ഷേ ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അവർ കൊണ്ടുതന്നു. ബീഫ് കറി ആയിരുന്നു. അത് വായി വെക്കാൻ കൊള്ളാത്ത ബീഫ് കറി ആയിരുന്നു. വെറും അത് ഞങ്ങൾ അന്നേരപ്പോഴേ കൊടുത്തു. ചേട്ടാ ഇത് കഴിക്കാൻ പറ്റില്ല, ഇത് വളിച്ചതാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അയാൾ എൻ്റെ പൈസ എടുത്തില്ല. ഞങ്ങൾ കഴിച്ചതിൻ്റെ പൈസ ഞങ്ങൾ കൊടുത്തിട്ട് പോകുന്നു. അല്ലാതെ അത് കൊടുത്തിട്ട് ഫ്രീ ആയിട്ട്. കാരണം ഭയങ്കര ഒരു കഷ്ണം പോലും എടുത്ത് കഴിക്കാൻ പറ്റാത്ത ശകലം ഒരു കഷ്ണം എടുത്തപ്പോഴേ തുപ്പി കളയുകയായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ചെറിയ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഏത് ഹോട്ടലാണ് നല്ലതെന്ന് എങ്ങനെ തിരിച്ചറിയാനാണ്? എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ് ശരിക്കും ഇവർക്ക് സ്റ്റാറൊക്കെ കൊടുക്കേണ്ടത്. അല്ല നമ്മൾ ഈ ആഹാരം കഴിക്കുന്നവരല്ല. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹൈജീൻ ആണെന്ന് പറയുന്നിടത്ത് അവർ വേണം സ്റ്റാർ കൊടുക്കാൻ. അവർ സ്റ്റാർ കൊടുക്കുന്നവർക്ക് നമുക്ക് വിശ്വസിച്ച് കയറാം, ഇന്ന ഹോട്ടലിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് കയറാം എന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർ കൊടുക്കുന്ന ഹോട്ടലുകളിൽ നമുക്ക് കയറാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും എന്നുള്ളതാണ് വരുന്നത്. പക്ഷേ അവരത് ചെയ്യുമെന്ന് തോന്നില്ല. കാരണം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഇവരുടെ തലക്കിരിക്കുമല്ലോ. അപ്പോൾ അവരത് ചെയ്യാൻ ഉദ്ദേശിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ ഒരു സജഷനാണ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അവർ ടെസ്റ്റ് ചെയ്തിട്ട് അവർ സ്റ്റാർ കൊടുക്കണം. അങ്ങനെയുള്ള അപ്പം ഹോട്ടലുകൾ ഇങ്ങോട്ട് വരണം, ഞങ്ങളെ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് സ്റ്റാർ തരൂ എന്ന് പറഞ്ഞ് അവർ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ബെഗ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവർ ഉറപ്പായിട്ടും കൃത്യമായിട്ട് ഹൈജീൻ നോക്കും, അവരെല്ലാ കാര്യങ്ങളും നോക്കും എന്നുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും നടപടിയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അല്ലാത്ത പക്ഷം ഇത് ഒരു കാലത്തും ശരിയാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇനി നിങ്ങളുടെ പക്ഷം നിങ്ങൾ പറഞ്ഞോളൂ.